2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ അംഗമായിരുന്ന വിജയകുമാർ റഹീസ് റഷീദിനൊപ്പമുണ്ട്. തത്സമയ പ്രതികരണത്തിലാണ് അദ്ദേഹമുള്ളത്. റഹീസ്, ഇപ്പോൾ വിജയകുമാറിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം. 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ അദ്ദേഹം അംഗമായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അറിയാതെ കാര്യങ്ങൾ നടക്കില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ബോർഡിനെ കൂടി പ്രതി ചേർത്തിട്ടുള്ള ആ റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം ആരായാം? സ്മൃതി, ദേവസ്വം ബോർഡ് 2019 ഈ തീരുമാനമെടുക്കുന്ന സമയത്ത് 3 പേരായിരുന്നു ബോർഡ് അംഗങ്ങൾ. ഒന്ന് എ പത്മകുമാർ, ഒപ്പം ശങ്കരദാസ്, മറ്റൊരാൾ ഇദ്ദേഹമായിരുന്നു എൻ വിജയകുമാർ ആയിരുന്നു. നേരത്തെ നമ്മൾ കെ രാഘവൻ എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം വന്നത്. അന്ന് എന്താണ് സംഭവിച്ചത്, ഓർമ്മയുണ്ടോ? അന്ന് സംഭവിച്ചത് ഓർമ്മയില്ല. കാരണം ഈ ദേവസ്വം മാനുവൽ അനുസരിച്ച് ദേവസ്വത്തിലെ എല്ലാ വാല്യൂബിൾസിൻ്റെയും കസ്റ്റോഡിയൻ തിരുവാഭരണം കമ്മീഷണറാണ്. അപ്പോൾ ബോർഡിൽ എടുത്ത തീരുമാനം ഇപ്പോൾ വിജിലൻസിൻ്റെ ഫയൽ മിനിറ്റ്സ് വിജിലൻസിൻ്റെ കയ്യിലാണ്. അത് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും വിജിലൻസ് 8ാം പ്രതിയായി ദേവസ്വം ബോർഡിനെ എടുത്തു. സ്വാഭാവികമായും അന്നുണ്ടായിരുന്ന ദേവസ്വം ബോർഡിലെ 3 അംഗങ്ങൾ പ്രതിപ്പട്ടികയിലേക്ക് വരികയാണ്. അതാണ് അവിടെ പ്രശ്നം. അത് മിനിറ്റ്സ് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മിനിറ്റ്സ് കണ്ടാലേ നമ്മൾ എന്താണ് തീരുമാനിച്ചത്. നമ്മൾ ഒരിക്കലും ദേവസ്വം ബോർഡ് ഒരിക്കലും ദേവസ്വത്തിനെതിരായിട്ട് തീരുമാനമെടുക്കില്ല, യാതൊരു സംശയവുമില്ല. നമ്മൾ ചുമതലപ്പെടുത്തുന്നത് സെക്രട്ടറി, ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതുപോലെ തന്ത്രിയുടെ ശുപാർശ അനുസരിച്ച് മാത്രം. ഏത് കാലയളവിലായിരുന്നു ബോർഡിൽ വന്നത്? എപ്പോഴാണ് അവസാനിച്ചത്? 2019 ഡിസംബർ മുതൽ 2018 ഡിസംബർ മുതൽ 2020 ഡിസംബർ വരെ. അതായത് 2 നിർണായക തീരുമാനമെടുക്കുമ്പോഴും താങ്കൾ ബോർഡിലുണ്ടായിരുന്നു. ശ്രീകോവിലിൻ്റെ വാതിൽ കൊണ്ടുപോകുന്ന സമയത്ത്, കട്ടിളപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത്, ദ്വാരപാലക ശില്പത്തിൻ്റെ 14 പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത്, അതായത് 2019 ഈ വിവാദ സമയത്ത് താങ്കളുണ്ടായിരുന്നു. ഇതൊന്നും ബോർഡ് സ്വന്തമായി എടുത്തതാണ് എന്നതോ അത് എന്താണ് സംഭവിച്ചതെന്നോ ഓർമ്മയില്ലേ? ഒരു ചെറിയ ഓർമ്മ പോലും ഇല്ലേ? ബോർഡ് ദേവസ്വം ബോർഡ് ഇവരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മാത്രമേ തീരുമാനം എടുത്തിട്ടുണ്ടാവുള്ളൂ. അതിപ്പോൾ മിനിറ്റ്സ് വിജിലൻസിൻ്റെ കയ്യിലാണ്. അത് മിനിറ്റ്സ് കണ്ടാലേ നമുക്ക് അത്ര പറയാൻ പറ്റുള്ളൂ. ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ, അതായത് ദേവസ്വത്തിൻ്റെ വിജിലൻസ് ആണ്, അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ ദേവസ്വം ഭരണസമിതിയുടെ പ്രേരണയോ താല്പര്യമോ ഉണ്ടായിട്ടുണ്ടാവാം. ദേവസ്വം ബോർഡിന് യാതൊരു താല്പര്യവുമില്ല. ദേവസ്വം ബോർഡിന് ശബരിമല അയ്യപ്പൻ്റെ താല്പര്യം മാത്രമേ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ യാതൊരു താല്പര്യവും നമ്മളെ മുമ്പിലില്ലായിരുന്നു. ഇതാണ് അതിനകത്ത് പറയുന്നത്. 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നിരിക്കാമെന്ന് പറയുമ്പോൾ ഇത്ര കിലോ സ്വർണം കൊള്ള നടന്നതിൽ നിങ്ങളും ഉത്തരവാദിയാണ് എന്നതാണ് ഇതിനകത്ത് എഴുതി വെച്ചത്. ഞങ്ങൾ ഒരിക്കലും ഉത്തരവാദികളല്ല. ഞങ്ങൾ ശബരിമല അയ്യപ്പനെതിരായിട്ടോ ദേവസ്വം ബോർഡിനെതിരായിട്ടോ ദേവസ്വം ബോർഡ് തീരുമാനം എടുക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ വ്യക്തിപരമായി അറിയത്തില്ല. ആ സമയത്ത് അവിടെ ഒരുപാട് ഭക്തർ വരുന്നതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടെ ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ പറ്റും. അല്ല, ഇപ്പൊ മാധ്യമങ്ങളിലൂടെ ആയിരിക്കും പോറ്റി ഇങ്ങനെ പ്രശ്നക്കാരനാണെന്ന് മനസ്സിലായത്. പക്ഷെ ആ സമയത്ത് പോറ്റിയുമായി സ്വാഭാവികമായും ദ്വാരപാലക ശില്പം കൊണ്ടുവന്നു, കട്ടിളപ്പാളി കൊണ്ടുവന്നു, കോവിലിന്റെ വാതിൽ കൊണ്ടുവന്നു. അപ്പം സ്വാഭാവികമായും ബോർഡംഗം എന്ന നിലയിൽ ഇടപെട്ടിട്ടുണ്ടാവില്ല. എന്നെ വന്ന് കണ്ടിട്ടുമില്ല. എനിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയത്തുമില്ല. ഒരു കാര്യത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ സമീപിച്ചിട്ടുമില്ല. എൻ്റെ അവിടെ ഞാൻ ഇരുന്ന റൂമിൽ CCTV സംവിധാനങ്ങൾ കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ കണ്ടിട്ടുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്ക് അറിയത്തുമില്ല. പക്ഷേ ഇതിനകത്ത് നിന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞുകൂടാത്തില്ല പറയുന്നത് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തരികിട തട്ടിപ്പ് കാണിക്കുന്ന സമയത്ത് അതിൻ്റെ ഭരണസമിതി അറിയാതെ ഇത് കാണിക്കുമോ എന്നതാണ്. കാരണം ഇത് ഒരു പവൻ സ്വർണമോ 2 പവൻ സ്വർണമോ കാര്യമല്ല, കിലോ കണക്കിന് സ്വർണം. അതിൻ്റെ അകത്ത് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് ആദ്യം ശ്രീകോവിലിൻ്റെ വാതിൽ കൊണ്ടുവന്നു, എന്നിട്ട് തിരിച്ചു വെച്ചു. ശ്രീകോവിലിൻ്റെ വാതിൽ തിരിച്ചു വെച്ചപ്പം കട്ടിളപ്പാളിക്ക് ഒരു അഭംഗിയുണ്ട് എന്ന് മനസ്സിലായി. എന്നിട്ട് കട്ടിളപ്പാളി കൊണ്ടുപോവാണ്. ഇത് രണ്ടും കൊണ്ട് തിരിച്ചു വെച്ചപ്പോഴാണ് ദ്വാരപാലക ശില്പം അതിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു അഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത്.
അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അന്ന് ബോർഡ് ഭരണസമിതിയിലുണ്ടായിരുന്ന നിങ്ങൾക്ക് അറിവില്ല എന്ന് പറയുന്നതിനെയാണ് ദേവസ്വം വിജിലൻസ് സംശയ നിലയിൽ നിർത്തുന്നത്. അല്ല, ഞങ്ങളെടുത്തിട്ടുള്ള തീരുമാനത്തിൻ്റെ മിനിറ്റ്സ് വിജിലൻസിൻ്റെ ഉണ്ടല്ലോ. ബോർഡ് എടുത്തിട്ടുള്ള തീരുമാനത്തിൻ്റെ മിനിറ്റ്സ് വിജിലൻസിൻ്റെ പക്കമുണ്ട്. ആ ബോർഡ് ഒരിക്കലും എങ്ങനെ തീരുമാനിക്കത്തില്ല, ബോർഡിൻ്റേതായ തീരുമാനം എടുക്കത്തില്ല. ബോർഡ് സെക്രട്ടറിയിലൂടെ ഫയൽ വരുമ്പോൾ അത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തിരുവാഭരണം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഉള്ള ഒറിജിനേറ്റ് ചെയ്ത ഫയലേ ദേവസ്വം ബോർഡിന് മുമ്പിൽ വരുള്ളൂ. റഹീസ്, നേരത്തെ പത്മകുമാർ ആയാലും പല ഘട്ടങ്ങളിലായി പ്രതികരിക്കുന്നതായി കണ്ടു. ഇതിൽ തന്ത്രി അറിയാണ്ട് കാര്യങ്ങൾ നടക്കില്ല, തന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയ കാര്യങ്ങൾ ഏൽപ്പിച്ചതെന്നടക്കം പല ഘട്ടങ്ങളിലും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മൾ ദൈവതുല്യരായി കാണുന്നവരും ഇപ്പോൾ പ്രതിചേർക്കപ്പെടും എന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹം ഒരു ഘട്ടത്തിൽ നടത്തിയിരുന്നു. അപ്പോൾ തന്ത്രിയിലേക്ക് ഊന്നുന്ന ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ശ്രീ വിജയകുമാറിന്റെ പ്രതികരണം ആ രൂപത്തിലാണോ? ഒന്നുകൂടി ഇത് വ്യക്തവെത്തണം. തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നതാണോ പറയുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിക്കും. സ്വാഭാവികമായും തന്ത്രി അറിയാതെ, തന്ത്രിയുടെ ഒരു തീരുമാനം കൂടെ ഇല്ലാതെ ഇത് നടക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, തന്ത്രിയുടെ ശുപാർശ പ്രകാരം മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ. അങ്ങനെ നടക്കുന്ന തന്ത്രി എന്ന് പറഞ്ഞാൽ രാജീവ് കണ്ഠരായിരിക്കും. തന്ത്രിയുടെ ശുപാർശ ഇല്ലാതെ ഇങ്ങനെ നടക്കില്ല. ഉറപ്പാണ്. അങ്ങനെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഫയൽ വരണത്. അത് കൃത്യമായി എനിക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും, പക്ഷെ ആചാര വിധി പ്രകാരവും ദേവസ്വം മാനുവൽ പ്രകാരവും ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നത് ഉറപ്പല്ലേ എന്ന് മാനുവലിന്റെ ഭാഗം ഇത് സന്നിധാനത്ത് തന്നെ വെച്ച് അറ്റകുറ്റപ്പണി നടത്തണം എന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയമവും പിന്നീട് വന്ന ചട്ടവും. അങ്ങനെ ആയിരിക്കും തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിട്ട് എങ്ങനെ ഇത് പുറത്തു പോയെന്നുള്ളതാണ് ചോദ്യം. അത് ചോദ്യം ഇനി ആ മിനിറ്റ്സ് കണ്ടാൽ മാത്രമേ പറയാൻ. നിങ്ങളുടെ ബോർഡ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടാൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തു വിട്ടത് പിന്നീട് ബോർഡ് എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം എന്ത് നടപടി? ബോർഡ് അറിഞ്ഞിട്ടില്ല. ബോർഡ് അറിഞ്ഞുവെങ്കിൽ നമ്മൾ നടപടി എടുക്കുമല്ലോ. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായെന്ന് പത്ര റിപ്പോർട്ടുകൾ അറിയുന്നില്ല. ദ്വാരപാലക ശില്പത്തിന്റെ 14 പാളികൾ 45 ദിവസം അവിടെ ഇല്ലായിരുന്നു എന്നത് ബോർഡ് അറിഞ്ഞിട്ടില്ലേ? ബോർഡ് അറിഞ്ഞിട്ടില്ല. ബോർഡ് അറിഞ്ഞുവെങ്കിൽ നമ്മൾ ഇടപെടുമല്ലോ. സാർ ഒന്ന് ഉള്ളേക്കണം. ഓഗസ്റ്റ് മാസം 20-ാം തീയതി കൊണ്ടുവരുന്നത് സെപ്റ്റംബർ 11-നാണ് പിന്നീട് കൊണ്ട് സമർപ്പിക്കുന്നത്. ആ സമർപ്പിക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ അംഗമായ സ്വാഭാവികമായും സാറും കൂടെ അവിടെ ഉണ്ടായിരിക്കണം. ഉണ്ടാവും. അപ്പൊ ഇത് കൊണ്ടുപോയി, ഇതിവിടെ ഇല്ല, കൊണ്ടുപോയി പോറ്റി എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ അതിന് മുമ്പ്? അത് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പം അറിയത്തില്ല. അത് അന്നത്തെ നമ്മുടെ ബോർഡിന്റെ തീരുമാനവും അതിനുശേഷം ബോർഡ് കൂടിയിട്ടുള്ള തീരുമാനം ഉണ്ടാവുമല്ലോ. അതിപ്പോൾ ഫയൽ വിജിലൻസിൻ്റെ കയ്യിലാണ്. ആ വിജിലൻസിൻ്റെ നോക്കുമ്പോഴേ അതറിയാൻ പറ്റും. പ്രതിസ്ഥാനത്ത് വന്നതിൽ ഭയമുണ്ടോ? ഒരു ഭയവുമില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയവുമില്ല. ഇതിൽ ഏതെങ്കിലും തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് തന്നെയാണോ തീരുമാനമെടുക്കുന്നത്? ഇത് സർക്കാർ തലത്തിൽ, അതായത് മന്ത്രി തലത്തിലൊക്കെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും? മന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല. ബോർഡെന്നുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ്. മന്ത്രി ദേവസ്വം ബോർഡിനെ സഹായിച്ചിട്ടേ ഉള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി മന്ത്രിയും ഗവൺമെൻറ്റും ദേവസ്വം ബോർഡിനെ സഹായിച്ചിട്ടേ ഉള്ളൂ. ദേവസ്വം ബോർഡിൻ്റെ ഭരണ വിഷയങ്ങളിൽ യാതൊരു ഇടപെടലും മന്ത്രിയായിട്ട് കൺസൾട്ട് ചെയ്യാറില്ല, മന്ത്രി ഇടപെടാറുമില്ല. തന്ത്രിയും മറ്റുദ്യോഗസ്ഥരുമാണ് ദേവസ്വം ഭരണസമിതി കൂടാതെ ഇതിൻ്റെ അകത്ത് കീ പൊസിഷൻ എടുക്കേണ്ട ആളുകൾ. അതെ, മന്ത്രിയും സെക്രട്ടറി, അതുപോലെ തിരുവാഭരണം കമ്മീഷണർ, ശബരിമല CO, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ പിന്നിൽ തീരുമാനമെടുക്കേണ്ടത്. സ്വർണം ചെമ്പായത് എങ്ങനെയാണെന്ന് ഈ വാർത്തകളൊക്കെ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം സാറ് തോന്നിയിരുന്നോ അന്ന്? അതിനെക്കുറിച്ചും ആ ഫയലിൽ കണ്ടാൽ മാത്രമല്ല. അത് സ്വർണ്ണമായിരുന്നു എന്ന് സാറിന് അറിയില്ല? അതറിയത്തില്ല. സ്വർണ്ണമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇതിൻ്റെ ഇപ്പം ദേവസ്വം വിജിലൻസ് പറയുന്നത് ഇതൊരു കൊള്ളയാണ് നടന്നത്. ആ കൊള്ളയിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്, ഒപ്പം അവിടുത്തെ ദേവസ്വം ഭരണസമിതിക്ക് പങ്കുണ്ട്, ദേവസ്വം ഭരണസമിതിക്ക് യാതൊരു പങ്കുമില്ല. പത്മകുമാറിന്റെ മകന്റെ കയ്യിലേക്ക്
യോഗ ദണ്ടൊക്കെ കൊടുത്തുവിടുന്ന ഒരു സമയത്ത് സാർ ഉണ്ടായിരുന്നില്ല? അതുണ്ടായിരുന്നല്ലോ. അതെന്താ അന്ന് അങ്ങ് അത് വഴിപാടായി ചെയ്തതാണ്. പത്മകുമാറിൻ്റെ മകൻ വഴിപാടായി ദണ്ണ് പൂശി കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അത് ആ അറിവ് മാത്രമേ ഉള്ളൂ. അത് വഴിപാടായി അത് അദ്ദേഹം തന്നെയായിരുന്നോ ബോഡി യോഗത്തിൽ പറഞ്ഞത് ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ മകൻ ചെയ്തോളാം എന്ന്? ചെയ്തോളാം അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ബോഡി യോഗത്തിൽ പറഞ്ഞല്ല, വാക്കാൽ പറഞ്ഞതാണ്. അദ്ദേഹം ചെയ്തോളാം. ബോഡി യോഗത്തിൽ പറഞ്ഞില്ലേന്ന് ഫയൽ പരിശോധിച്ചാലേ അറിയാം. അത് അദ്ദേഹം പറഞ്ഞത് ഒരു വഴിപാടായി ചെയ്തോളാണ്. അതിനകത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നോ? അതറിയില്ല. അതിലും ഇപ്പോൾ ഒരു പ്രശ്നം പറയുന്നു. അല്ല, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പത്മകുമാറിൻ്റെ മകൻ വഴിപാടായി ചെയ്തതാണ്. ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ. അയ്യപ്പ വിശ്വാസം എന്നുള്ളത് മറ്റ് ഫ്രീ ആയിട്ട് ചെയ്തതാണ്. ഓക്കെ, ഇതൊക്കെയാണ് സ്മൃതി ഇദ്ദേഹത്തിന് പറയാനുള്ളത്. അന്നത്തെ ബോർഡ് ഭരണസമിതി അംഗമായ വിജയകുമാറിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ഓർമ്മയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്.